ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ പറയുന്നത് ലൈലത്തുൽ ഖദറിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കാവുന്ന രാവുകളിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് ഇബാദത്തുകളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. പരിശുദ്ധ റമളാനിലെ അവസാനത്തെ 10ലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണല്ലേ നമ്മൾ. ഇനിയുള്ള ഓരോ ഒറ്റപ്പെട്ട രാവുകളിലും പരിശുദ്ധ ലൈലത്തുൽ ഖദർ നമുക്ക് പ്രതീക്ഷിക്കാം ഇൻഷാ അല്ലാഹ്. റമളാനിൻ്റെ അവസാനത്തെ 10 നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചു കൊള്ളുക എന്ന് നമ്മളെ മുത്തുനബി തങ്ങൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. 1000 മാസത്തിൻ്റെ ശ്രേഷ്ഠതയുള്ള ഒറ്റ രാത്രിയാണ് ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത്. വിധി നിർണയത്തിൻ്റെ രാത്രി എന്നുകൂടി ഇതിനെ പറയുന്നുണ്ട്. നമ്മളെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ലൈലത്തുൽ ഖദർ നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ 83 വർഷം നമ്മൾ ഇബാദത്ത് ചെയ്തതിൻ്റെ കൂലിയാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അതായത് ഒരു മനുഷ്യൻ്റെ ആയുസ് മുഴുവൻ ഇബാദത്ത് ചെയ്ത പ്രതിഫലം, അതാണ് നമുക്ക് ഒറ്റ രാത്രി കൊണ്ട് കിട്ടാൻ പോകുന്നത്. ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കാവുന്ന രാത്രി ഏതാന്നുള്ളത് നമുക്കങ്ങനെ കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. എന്നാലും റമളാനിലെ ഓരോ ഒറ്റപ്പെട്ട രാവുകളും, അതായത് 21-ാം രാവ്, 23-ാം രാവ്, 25-ാം രാവ്, 27-ാം രാവ്, 29-ാം രാവ്, അങ്ങനെ 5 ദിവസങ്ങളിലാണ്, 5 രാവുകളിലാണ് പരിശുദ്ധ ലൈലത്തുൽ ഖദർ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ കൂടുതലായിട്ട് ഇബാദത്തുകൾ ചെയ്യണം. റമളാനിൽ നമ്മൾ മറ്റുള്ള മാസങ്ങളെക്കാളൊക്കെ കൂടുതലും ഇബാദത്തുകളൊക്കെ ചെയ്യുന്നുണ്ടാവും. എങ്കിൽ കൂടി ഇനി വരുന്ന ഈ 10 ദിവസങ്ങളിൽ നമ്മൾ കൂടുതലായിട്ട് ഇതുവരെ ചെയ്തതിനേക്കാളും കൂടുതൽ ഇബാദത്തുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കണം. കാരണം അത്രക്കും നിർണായകമായൊരു രാത്രിയാണ് വരാൻ പോകുന്നത്. അനേകായിരം മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും നമ്മൾ ചെയ്യുന്ന ഓരോ ദുആയും അള്ളാഹുവിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന, നമ്മളെ ദുആക്ക് പെട്ടെന്ന് ഇജാബത്ത് ലഭിക്കുന്ന ഒരു രാത്രി കൂടിയിട്ടാണ് ലൈലത്തുൽ ഖദർ. അപ്പോൾ ഈ രാവുകളിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് ഇബാദത്തുകളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ചെറിയ കാര്യങ്ങളാണ്, എന്നാലും നമുക്ക് ഒരുപാട് പ്രതിഫലം ലഭിക്കുന്ന കാര്യങ്ങൾ കൂടിയിട്ടാണ്. അതിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പുണ്യമുള്ളൊരു കാര്യമാണ് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. ഈ സുന്നത്ത് നിസ്കാരം നമ്മൾ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അറിഞ്ഞും അറിയാതെയും നമ്മൾ ഇതുവരെ ചെയ്തു പോയ എല്ലാ പാപങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു തരും. അപ്പോൾ എങ്ങനെയാണ് ഈ നിസ്കാരം നിസ്കരിക്കേണ്ടത് എന്നുള്ളത് പറയാം. 2 റക്അത്താണ് നിസ്കരിക്കേണ്ടത്. അതിൽ ഓരോ 2 റക്അത്തിലും സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം 7 വട്ടം സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾ ഓതണം. അതായത് ആദ്യത്തെ റക്അത്തിൽ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം 7 ഇഖ്ലാസ് സൂറത്ത് ഓതുക. അതേപോലെ തന്നെ രണ്ടാമത്തെ റക്അത്തിലും ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ഇഖ്ലാസ് 7 വട്ടം ഓതുക. എന്നിട്ട് ഈ നിസ്കാരം കഴിഞ്ഞ ശേഷം ഇനി നമ്മൾ ആരോടും സംസാരിക്കാതെ 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ വ അത്തൂബു ഇലൈഹ് എന്ന് ചൊല്ലണം. അള്ളാഹുവേ, നിന്നോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു, നിന്നിലേക്ക് ഞാൻ തൗബ ചെയ്തു മടങ്ങുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. നമ്മളിത് ചൊല്ലുന്ന സമയത്ത് ഈ അർത്ഥം മനസ്സിലാക്കി നല്ല ആത്മാർത്ഥതയോട് കൂടിയിട്ട് ചൊല്ലണം. അപ്പോൾ എല്ലാവരും ഈ ഒരു സുന്നത്ത് നിസ്കാരം എല്ലാ ഒറ്റപ്പെട്ട രാവുകളിലും ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ആകെ 2 റക്അത്തല്ലേ നിസ്കരിക്കേണ്ടതുള്ളൂ. പക്ഷേ നമ്മളത് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പ്രതിഫലമാണ് ലഭിക്കാൻ പോകുന്നത്. നമ്മൾ ഇതുവരെ ചെയ്തു പോയ എല്ലാ പാപങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു തരും. അടുത്തത് ഈ ഒരു ദുആ നമ്മൾ ഒരുപാട് തവണ ചൊല്ലി ദുആ ചെയ്യുക. അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അള്ളാഹുവേ, അവിടുന്ന് പാപങ്ങൾ പൊറുക്കുന്നവനാണ്, പാപം ചെയ്തത് പൊറുക്കുന്നത് ഇഷ്ടപ്പെടുന്നവനുമാണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഈ ഒരു ദുആ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ലൈലത്തുൽ ഖദർ ഇന്നാണെന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഞാൻ ഏത് ദുആയാണ് ചൊല്ലേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു ദുആയാണിത്. അതുകൊണ്ട് എല്ലാവരും ഇത് ചൊല്ലണം. അടുത്തത് നമ്മളിനി ഈ ദിവസങ്ങളിൽ പതിവാക്കേണ്ട സൂറത്തുകൾ ഏതൊക്കെ എന്നുള്ളതാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തേതാണ് സൂറത്തുൽ ഖദർ 7 പ്രാവശ്യം ഓതണം. ഇത് ഓതിയിട്ടുണ്ടെങ്കിൽ 70,000 മലക്കുകൾ നമ്മൾക്ക് സ്വർഗം ലഭിക്കാൻ വേണ്ടിയിട്ട് ദുആ ചെയ്തുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ ഏതൊരു ആപത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കും. അടുത്തതായിട്ട് സൂറത്തുൽ സൽസല 2 പ്രാവശ്യം ഓതുക. ഈ സൂറത്ത് ഖുർആനിൻ്റെ പകുതി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് നമ്മൾ 2 പ്രാവശ്യം ഓതിയിട്ടുണ്ടെങ്കിൽ ഖുർആൻ മുഴുവനായിട്ടും ഓതിയതുപോലെയുള്ള കൂലിയാണല്ലോ നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അടുത്തത് സൂറത്തുൽ ഇഖ്ലാസ് 3 പ്രാവശ്യം ഓതുക. ഖുർആനിൻ്റെ 1/3 എന്നാണ്
സൂറത്തുൽ ഇഖ്ലാസ് അറിയപ്പെടുന്നത്. അതായത് ഒരു പ്രാവശ്യം ഓതിയാൽ 10 ജുസ് ഓതിയതിന് തുല്യമാണ്. അപ്പോൾ 3 പ്രാവശ്യം ഓതിയിട്ടുണ്ടെങ്കിൽ 30 ജുസ് ഓതിയതിന് തുല്യമാണ്. അടുത്തത് ഖുർആനിൻ്റെ 4/1 എന്നറിയപ്പെടുന്ന സൂറത്തുൽ കാഫിറൂന് 4 പ്രാവശ്യം ഓതുക. അതേപോലെ തന്നെ ഖുർആനിൻ്റെ ഹൃദയം എന്നറിയപ്പെടുന്ന സൂറത്തു യാസീന്, ആമന റസൂല്, ആയത്തുൽ കുർസി, പിന്നെ സൂറത്തുൽ മുൽക്ക്, സൂറത്തു സജദ, ഈ സൂറത്തുകളൊക്കെ നമുക്ക് ഓതാം. സൂറത്തുൽ മുൽക്കും സൂറത്തു സജദയും നമ്മൾ ഓതിയിട്ടുണ്ടെങ്കിൽ ലൈലത്തുൽ ഖദർ ഹയാത്താക്കിയ പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന് മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ചൊല്ലുക. അതേപോലെ തന്നെ തസ്ബീഹ് നിസ്കരിക്കാൻ മറക്കരുത്. ഇതുമാത്രമല്ല, നമുക്കറിയാവുന്ന എല്ലാ സ്വലാത്തുകളും ദിക്റുകളും ഒക്കെ നമുക്ക് ചൊല്ലാം. മഗ്‌രിബ് മുതൽ ഫജ്ർ വരെയാണ് ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കാവുന്ന സമയം. അപ്പോൾ അതുവരെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അധികരിപ്പിക്കാം. പിന്നെ കുറേ ആളുകൾ റമളാനിൻ്റെ അവസാനത്തെ 10 പീരീഡ്സ് ആയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊന്നും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. നിസ്കരിക്കാനും ഖുർആൻ ഓതാനും മാത്രമേ പറ്റാത്തതുള്ളൂ. ബാക്കി ദിക്റുകളും സ്വലാത്തുകളും ഒക്കെ ധാരാളം ചൊല്ലാൻ പറ്റും. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്ന അതേ ഇബാദത്തിൻ്റെ പ്രതിഫലം തന്നെ പീരീഡ്സ് ആയവർക്കും അള്ളാഹു നൽകും. പിന്നെ പീരീഡ്സ് ടൈമിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചൊല്ലണം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല, അതിനെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ഇൻഷാ അല്ലാഹ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇനി വരുന്ന 5 രാവുകളിലും നമുക്കെല്ലാവർക്കും ചെയ്യാൻ സാധിക്കട്ടെ. ലൈലത്തുൽ ഖദറിൻ്റെ പുണ്യം നമുക്കെല്ലാവർക്കും അള്ളാഹു നേടിത്തരട്ടെ. ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാം. പിന്നെ ഞാൻ ഇന്ന് തന്നെ ഈ വീഡിയോ ഇടാൻ കാരണം ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇന്ന് നോമ്പ് 20ആണ്. മഗ്‌രിബിന് ശേഷം 21 രാവാണ്. മാത്രമല്ല ഇന്ന് വെള്ളിയാഴ്ച രാവ് കൂടിയിട്ടാണ്. അപ്പോൾ അത്രയും പുണ്യമായ ദിവസമാണ്. ലൈലത്തുൽ ഖദർ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ദിവസം കൂടിയിട്ടാണ്. അതുകൊണ്ട് എല്ലാവരും ഈ ഒരു കാര്യം പ്രത്യേകം ചെയ്യുക. നമ്മളെ നാട്ടിൽ നാളെയാണ് 21 രാവ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ എല്ലാവരും ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി. ഇസ്തിഗ്ഫാർ ധാരാളം ചൊല്ലുക. അസ്തഗ്ഫിറുല്ലാഹിൽ അസീം എന്ന് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ഒക്കെ ഇരുന്ന് ചൊല്ലുക. പിന്നെ നമ്മളിപ്പോൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ നിങ്ങളെ ദുആ ബുക്കിൽ എഴുതി വെക്കുകയാണെങ്കിൽ എല്ലാ വർഷവും നിങ്ങൾക്കത് ഉപകാരപ്പെടും. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്ന് പറയാനുള്ളത്. പിന്നെ ലൈലത്തുൽ ഖദർ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മഹാന്മാർ പഠിപ്പിച്ചു തന്ന കുറച്ച് അടയാളങ്ങളുണ്ട്. അതിനെക്കുറിച്ചിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ നാളെ വീഡിയോ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം. വീഡിയോ യൂസ്ഫുള്ളായി എന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റുള്ളവരും ഇതുപോലെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു പ്രതിഫലം നിങ്ങൾക്കും കൂടി ലഭിക്കുന്നതാണ്. നല്ല നല്ല അറിവുകൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുമ്പോൾ അതിന് അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് ഒരുപാട് പ്രതിഫലമുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാനിനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.